ഭൂതം ഭാവി വർത്തമാനം പറയും. കൈ നോക്കാനുണ്ടോ? കൈ നോക്കാൻ. കൈ നോക്കാനുണ്ടോ? കൈ നോക്കാൻ. സാറേ, കൈ നോക്കാനുണ്ടോ? ഒന്ന് പോടെ. ഭൂതം ഭാവി വർത്തമാനം പറയും. സത്യം മാത്രമേ പറയൂ. സത്യമാണെങ്കിൽ പൈസ തന്നാ മതി. സാറിന്റെ മുഖലക്ഷണം കണ്ടാൽ അറിയാം. ഇവനൊന്നും ജ്യോതിഷത്തിലും വിശ്വാസമില്ലേ. ഇവനങ്ങ് ശപിച്ചാലെന്താ? കൈ നോക്കാനുണ്ടോ? കൈ നോക്കാൻ. കൈ നോക്കാനുണ്ടോ? കൈ നോക്കാൻ. കൈ നോക്കാനുണ്ടോ? കൈ നോക്കാനുണ്ടോ? കൈ നോക്കാനുണ്ടോ? കൈ നോക്കാൻ. ഭൂതം ഭാവി വർത്തമാനം പറയും. കൈ നോക്കാനുണ്ടോ? കൈ നോക്കാനുണ്ടോ? കൈ നോക്കാൻ. ഭൂതം ഭാവി വർത്തമാനം പറയും. 100 രൂപ തന്നാൽ 200 രൂപയുടെ കാര്യം പറയും. കൈ നോക്കാനുണ്ടോ? കൈ നോക്കാൻ. എനിക്ക് കൈയൊന്നും നോക്കണ്ട. 100 രൂപ തന്നാൽ 200 രൂപയുടെ കാര്യം പറയും. പറയുന്നത് സത്യം മാത്രമേ പറയൂ. സത്യമാണ് പറയുന്നതെങ്കിൽ ദക്ഷിണ വെച്ചാൽ മതി. സത്യം മാത്രമേ പറയൂ. കള്ളം പറയില്ല. മുഖലക്ഷണം കണ്ടാൽ അറിയാം. നീർന്ന 100 പ്രശ്നങ്ങൾക്ക് നടുവിലാണ്. ഭർത്താവ് ഉണ്ടെങ്കിലും വലിയ ഗുണമായിട്ട് കാണുന്നില്ല. പറയുന്നതൊക്കെ സത്യമാണോ? സത്യമാണ്. ആ കൈയൊന്ന് കാണിക്കാമോ? വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. അകത്തിരുന്ന് നോക്കാം. നാം കസേരയിൽ ഇരുന്ന് ഫലം പറയാറില്ല. പായുണ്ട് കുട്ടി? കുട്ടി കൈയൊന്ന് കാട്ടുക. താന വരമ്പ കല്ലിക്കുത്ത് കരിങ്കുത്ത് ചീപ്പ് വെള്ളം താറാ മക്കളുടെ കയ്യിലൊരു വാങ്ങും. ഐശ്വര്യമുള്ള കൈയാണല്ലോ കുട്ടിയെ. എന്നാലും ദേഹാമധ്യ ശുക്രൻ കടന്നു പോയിരിക്കുകയാണ്. സമയദോഷം കാണുന്നുണ്ട്. ഇനി നല്ലൊരു കാലം വരാൻ പോകുന്നുണ്ട്. അച്ഛനെ കൊണ്ട് ഗുണമില്ല, അമ്മയെ കൊണ്ട് ദോഷമില്ല. അതെന്ത് തിരുമേനി അങ്ങനെ പറഞ്ഞു? അച്ഛനുമായിട്ട് വലിയ സഹകരണമില്ല അല്ലേ? സത്യമല്ലേ പറയുന്നത്? അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറില്ല. അതാണ് പറഞ്ഞത്. അച്ഛനെ കൊണ്ട് ഗുണമില്ല, അമ്മയെ കൊണ്ട് ദോഷവും. വലിയ വലിയ അപകടങ്ങൾ കാണുന്നുണ്ട്. കഠിനമായ പൂജ തന്നെ നടത്തേണ്ടി വരും. അല്ലെങ്കിൽ കുടുംബത്ത് മരണം വരെ നടക്കാനുള്ള സാധ്യതയുണ്ട്. പറയുന്നത് വിശ്വാസമാകുന്നുണ്ടോ? ഭർത്താവ് വിദേശത്താണെങ്കിലും സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളൊന്നുമില്ല. വലിയ വലിയ ദോഷങ്ങൾ നടന്നിട്ടുണ്ട്. കൂടുമാത്രം വരെ ഏറ്റിട്ടുണ്ട്. ഇതിന് ശക്തമായ പൂജ തന്നെ വേണ്ടി വരും. പൂജകൾ നടത്തി ഐശ്വര്യം വരണമെന്ന് ആഗ്രഹമുണ്ടോ? നാം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി തരാം. കൈ കണ്ടാൽ അറിയാം. ഭർത്താവ് വർഷങ്ങളായി നാട്ടിൽ വന്നിട്ട്. സത്യമാണല്ലോ പറഞ്ഞത് അല്ലേ? മേഡം കൈ കാണിക്കുക. എല്ലാത്തിനും പരിഹാരമുണ്ട്. ഈ ദോഷങ്ങൾ മാറ്റിയില്ലെങ്കിൽ ഭയങ്കരമായ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നാം എല്ലാത്തിനും ഒരു പ്രതിവിധി ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. ഈ കൈ കൂടി കാണിക്കൂ. ദോഷങ്ങളും നാം മാറ്റിത്തരാം. ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. ഐശ്വര്യങ്ങളുണ്ടാകും. പേടിക്കേണ്ട പകുതി. ജീവിതത്തിൽ ഐശ്വര്യവും എല്ലാം ഉണ്ടാകും.
കുട്ടി അതുപോലെ ഭയങ്കരമായ ഒരു ദോഷം കാണുന്നുണ്ടല്ലോ. എന്താ തിരുമേനി? കുട്ടിയുടെ കല്യാണത്തിന് മുഹൂർത്തം ഒരല്പം മാറിയാണ് താലി കെട്ടിയത്. അതിൻ്റെതായ ദോഷങ്ങൾ കാണുന്നുണ്ട്. ഈ സ്വർണം വെച്ചിട്ട് ഒരു ചെറിയൊരു പൂജ ചെയ്താൽ അതിൻ്റെതായ ഒരു ഐശ്വര്യം ഉണ്ടാകും. സ്വർണം വെച്ചിട്ടുണ്ടോ പൂജ? അതാണ് കുട്ടി, സ്വർണം വെച്ചിട്ട്, അതായത് നിങ്ങൾക്ക് മംഗല്യ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ഈ പൂജ ചെയ്യുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ ഭർത്താവിന് ഒരു സ്ത്രീയുമായിട്ട് ചെറിയ എന്താണ് കൃത്യമായിട്ട് പൈസ അയക്കാറില്ല അല്ലേ? ഈ ദോഷമാണോ? നാട്ടിൽ വന്നാൽ തന്നെ കുട്ടിയോട് വലിയ താല്പര്യം കാണിക്കുക അല്ലേ? എല്ലാം ശരിയാവും. ഉള്ള സ്വർണ്ണങ്ങളിൽ എടുത്തുകൊണ്ട് വരും, ഒരു ഗ്ലാസ് വെള്ളവും. ഞാനൊരു പൊളിക്ക് തരിക. ഇത്ര സ്വർണ്ണം ഞാൻ വീട്ടിലുള്ളൂ. കണ്ണടച്ച് പ്രാർത്ഥിക്കുക, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഓം ക്രീം സ്വാഹ, ഓം സ്വാഹ, ഓം ക്രിയായ നമഃ സ്വാഹ, ഓം സ്വാഹ, ഓം സ്വാഹ സ്വാഹ, ഓം ഗണപതായ നമഃ, ഓം സ്വാഹ, ഓം സ്വാഹ. കണ്ണു തുറക്ക. പകുതി ഹിമാലയ സാധുക്കളിൽ പോയി ജീവിച്ചുകൊണ്ടുള്ള ഭസ്മമാണ്. അപ്പോ ഈ ഭസ്മം ഹിമാലയ സാധുക്കളിൽ പോയി ജപിച്ചുകൊണ്ട് വന്നതാണ്. ഇതൊരൽപ്പം നെറ്റിയിൽ ചാർന്ന ഐശ്വര്യമുണ്ടാകും. ഓം എല്ലാ ഐശ്വര്യങ്ങളും സ്വാഹ, ഓം സ്വാഹ. ഓം സ്വാഹ, ഓം സ്വാഹ. കണ്ണു തുറക്കുക. ഈ ഭസ്മം ഒരൽപ്പം മണക്കുക. ഓം സ്വാഹ സ്വാഹ സ്വാഹ. സ്വാഹ സ്വാഹ. സ്വാഹ. സ്വാഹ സ്വാഹ സ്വാഹ. നിനക്ക് എന്തിനടി വെച്ചേ? ഇതൊക്കെ എന്റെ മുഖത്ത് കിടക്കട്ടെ. സ്വാഹ സ്വാഹ. സ്വാഹായ നമഃ. സ്വാഹ. മോഹനായ നമഃ. സ്വാഹ. നിനക്ക് എന്തിനാടി വെച്ചേ? നിനക്കിതിന് ആവശ്യമുണ്ടോ? ഇതെല്ലാം ഇരിക്കട്ടെ. സ്വാഹ സ്വാഹ സ്വാഹ. അപ്പോഴേ കുട്ടിയെ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ജ്യോത്സ്യന്മാരെ ഉള്ള സ്വർണ്ണം എല്ലാം മാറി കൊടുത്താലേ അവരിതുപോലെ പണി തരും കേട്ടോ. സ്വാഹ സ്വാഹ സ്വാഹ. ബൈ ബൈ ബൈ.
കുറച്ച് കഴിയുമ്പോ എണീറ്റോളും കേട്ടോ. ബൈ. ഇവരുടെ സ്വർണ്ണം നോക്കിട്ട് പറ്റിച്ചല്ലോ അവര്. എന്തോ പറയുന്നേ. എല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതുണ്ട്, എല്ലാം അങ്ങനെ കൊണ്ടുപോയി. ജേഴ്സി എന്നു പറഞ്ഞു എടുത്ത